എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 3 ദിവസങ്ങൾക്ക് മുൻപ് ചാലക്കുടിയിലെ റൗണ്ട് ലാൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ഈ ഗൾഫ് യുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാവൽ ഏജൻസിയുടെ വിഷമം എന്താണെന്നുള്ളത് അറിയാം പ്രതിപാദിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് വന്നു, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞാൻ ഗൾഫിലൊന്നും ഒരു പ്രശ്നമേ ഇല്ല, എന്തൊക്കെ തെറിയും ബഹളമൊക്കെ പറഞ്ഞാൽ തെറിയും ഇതൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടാൽ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് കളയാവുന്ന കേസുള്ളൂ. എന്നാലും ഞാൻ പറയണം, ഇപ്പോൾ എന്തൊരു സംഭവം ഉണ്ട്, അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാം ഗ്യാസ് LPG ഗ്യാസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പാചകം ചെയ്യുന്നത് അല്ലേ. ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സംഭവം മനസ്സിലായത്. ഒരു 3 ദിവസമായിട്ട് ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സ്ഥിരമായിട്ട് ഇവരൊരു നമ്പറുണ്ട്, അതായത് ഞാൻ ഇന്ത്യൻ ഗ്യാസിൻ്റെ ഇവിടെ ചാലക്കുടിയിലുള്ള ആശ ഗ്യാസ് ഏജൻസി എന്നാണ് നമ്മൾ ഗ്യാസ്, അവരാണ് നമ്മുടെ ഏജൻസി. അപ്പോൾ ഈ നമ്പറിലേക്ക് ഫോൺ വിളിക്കുന്ന സമയത്ത് കിട്ടണില്ല, ബുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഇവരുടെ ഓഫീസിലേക്ക് വിളിച്ച് വേറൊരു നമ്പർ ഇവർ തന്നു. ആദ്യത്തെ നമ്പർ 75 തുടങ്ങുന്ന നമ്പറായിരുന്നു, പിന്നീട് ഇവർ തന്നൊരു 85 തുടങ്ങുന്ന 84 തുടങ്ങുന്ന എന്തോ ഒരു നമ്പറായിരുന്നു. അതിലേക്ക് വിളിച്ച് മിസ് കോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മെസ്സേജ് വരുമായിരുന്നു. എന്നാൽ ഒരു മെസ്സേജും വന്നില്ല, ഒരു സാധനം വന്നില്ല, ഒന്നും വന്നില്ല. ഒടുവിൽ ഞാൻ ഈ ആശ ഗ്യാസ് ഏജൻസി അന്വേഷിക്കാൻ നിന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു പറ്റ ആൾക്കാരുണ്ട് ഇതേ പ്രശ്നം തന്നെ. പെട്ടെന്ന് ഈ 3 ദിവസം കൊണ്ട് എങ്ങനെ ഈ നമ്പറുകൾ നിശ്ചലമായി? ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢമായ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതായത് യുദ്ധത്തിൻ്റെ അനന്തര ഫലമാണ്. മണകുണാപ്പന്മാരെ, എന്നെ തെറി പറയാൻ എന്നവരോട് ഞാൻ പറയണം. LPG ഗ്യാസൊക്കെ ഇനി കിട്ടാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഹോട്ടലുകളൊക്കെ മിക്കവാറും അടയ്ക്കാൻ പോകുന്നു എന്നുള്ള ശ്രുതി കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കമ്പനികൾ അറിഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. ഞാനിന്ന് ആശ ഗ്യാസ് ഏജൻസിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറയുന്നു, ഒരു സുഖമില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നമ്പറില്ലേ, നമ്പർ മിസ് കോൾ അടിക്കാൻ പറ്റും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അത് മോളിൽ നിന്നുള്ള ഓർഡറാണ്, അത് താഴ്ത്തിക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ താഴ്ത്തിരിക്കണോ, മറ്റേ മോളിൽ നിന്നുള്ള ഓർഡറാണ്. ഇവരെന്ത് കോപ്പണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇവിടുന്ന് പറഞ്ഞ ഗ്യാസിൻ്റെ ഇവിടുന്ന് ഈ ആശ ഗ്യാസ് ഏജൻസി ഇത്ര നാൾ ഗ്യാസ് കൊടുത്തോണ്ടിരുന്നല്ലേ. അപ്പോൾ പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം എന്നുള്ളത് പറയാം. ഇവർ പ്രശ്നം പറയാനല്ലേ. അവിടെ ഇരിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ മുഴുവൻ മാനത്ത് നോക്കി കുത്തിരിക്കുന്നുണ്ട്. ഈ നമ്പറിൽ മിസ് കോൾ അടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, ഫോൺ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഗ്യാസ് തീർന്നു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ട സുഹൃത്തുക്കളെ? മൂട്ടിൽ തീ പിടിച്ച മാതിരിയല്ലേ അവസ്ഥ. ഇതിനൊക്കെയാണ് പറയുന്നത് നമ്മൾ യുദ്ധകാലത്ത് വരുന്നൊരു സംഭവമുണ്ട്, കരിഞ്ചന്ത പൂത്തിവെപ്പ്. ഇതിൻ്റെ അങ്ങോട്ട് ആവശ്യം അങ്ങോട്ട് വർദ്ധിപ്പിക്കും പരമാവധി. അല്ലെങ്കിൽ ഈ 3 ദിവസം കൊണ്ട് ഈ നമ്പർ നിശ്ചലമാവുന്നത് എങ്ങനെ വിളിക്കുന്ന നമ്പറുകൾ കിട്ടാൻ. അങ്ങനെ അവിടെ ഇരുന്ന് ഒരു ചേട്ടൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ആപ്പ് ഉണ്ട്, വേണമെങ്കിൽ ചെയ്ത് നോക്ക്. അങ്ങനെ ആ ചേട്ടൻ ആ ആപ്പ് ഒരു ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് കിട്ടും. ആ ആപ്പ് വഴിയായിട്ട് ചെയ്തു, ആ ചേട്ടൻ ബുക്ക് ചെയ്യാൻ പറ്റി. വേറെ ഞങ്ങളൊക്കെ അവിടെ കുത്തിരുന്നിട്ട് ഇങ്ങനെ പണ്ടത്തെ ടൈപ്പ് റൈറ്റിംഗ് വരെ എവിടെ കിട്ടോ? ഇത് അങ്ങനെയൊന്നും കിട്ടില്ല. എന്തോ ആ ചേട്ടന് കിട്ടി, ആ ചേട്ടൻ ബുക്ക് ചെയ്തു. ആൾക്ക് ഗ്യാസ് കിട്ടിയോന്ന് അറിയില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തലയ്ക്ക് പിടിച്ച് വേറെ ആൾക്കാരോടൊക്കെ നമുക്ക് എങ്ങനെയും കിട്ടാം, ഗ്യാസ് കിട്ടാവുന്ന വേറെ ആൾക്കാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേറെ ആളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ എന്തൊരു സംഭവം. ഇത് ആശ ഗ്യാസ് ഏജൻസി ആയിപ്പോലെ ഞങ്ങളെ ഇവിടുന്നേ കിട്ടൂ, വേറെ ഒരു സ്ഥലത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ചങ്ങാതിമാരെ തവിട്ട് പറ്റി ഓണേഷ് വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ, ഇതിപ്പോൾ എൻ്റെ അവസ്ഥ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരും അവസ്ഥ വരാൻ പോണ കാര്യം പറയണേ. ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ഈ ഇന്ത്യ വണ്ണ ആപ്പിന് കുത്തൽ തുടങ്ങി. ഇങ്ങനെ കുത്തൽ അങ്ങനെ ആദ്യം കുത്തി കിട്ടല്ല. പിന്നെ ഞാൻ പ്രാർത്ഥന തുടങ്ങി. എൻ്റെ അരൂപിയാൽ എന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് വീണ്ടും കുത്തി തുടങ്ങി. അങ്ങനെ കിട്ടി ഒടുവിൽ പൈസ അടച്ച് ഞാൻ ഈ സാധനം സംഗതി ശരിയാക്കി. അപ്പോൾ ഈ സംഭവം ബുക്കഡായി, പൈസ അടച്ചു, സംഗതി ഓർഡർ നമ്പറും ഒന്നെല്ലാം വന്നു. ഞാൻ എന്നിട്ട് ഇവരെ വീണ്ടും വിളിക്കണം. അപ്പോൾ ഇവരെ അടുത്ത ഡയലോഗ്, അത് ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ഗ്യാസ് ഞങ്ങൾ ലഭ്യത ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ കേട്ട് ഇതല്ല ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. ഞാൻ വെച്ചാൽ എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കേൾപ്പിക്കാട്ടത്. ഞാൻ പറഞ്ഞു എന്താ നിങ്ങളുടെ പ്രശ്നം എന്നിട്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യും. ഇപ്പോൾ ഇവരെ പ്രശ്നം എന്നിട്ടാണ് ഇവർ എന്ത് ചെയ്താൽ പറയില്ല. ഇവരെ പ്രശ്നം പറയുന്നത് പത്രത്തിൽ ന്യൂസ് വന്നതാണ്. പത്രത്തിൽ ന്യൂസ് വരുന്നതാണോ ഇവരുടെ പ്രശ്നം? ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു, അപ്പോഴും അറിയില്ല. എന്താ സംഭവം? തരിക്കാണ്ടിരിക്കാന്ന്. ഞാൻ ചോദിച്ചാൽ എന്നാണ് ഈ സംഭവം എനിക്ക് കിട്ടുക? ഇന്ന് ബുക്കായി, എന്നാ കിട്ടുക? അത് ഒരു ദിവസം ഇവിടെ 50 വെച്ച് കൊടുക്കാറ്, ഇപ്പം ഞങ്ങൾക്ക് 3000 കൊടുക്കണേ. അപ്പോൾ 40 വെച്ച് കൂടുമ്പോൾ 5 ഞാൻ പറഞ്ഞു, ഞാനിത് നിങ്ങൾ ഇത്ര നേരം പറഞ്ഞിരുന്നത് കിട്ടണല്ലേ, നിങ്ങളുടെ ആപ്പ് കോപ്പണ് വാങ്ങത്തൊലി അങ്ങനെ നിന്റെ തരികിടതോ നിതാന്ത തരികിടതോ. ഞാൻ ചോദിച്ചു ഈ സാധനം എപ്പോൾ കിട്ടും? വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാന്ന്. അതിൻ്റെ അർത്ഥം എന്നിട്ടാ ഇത് കരിഞ്ചന്ത പൂത്തിവെപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ അടുത്ത് പറയുന്നത് അറിയോ, ഇവിടെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞ ആൾക്കാർ നടക്കണല്ലേ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കളെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഐഡിയാസുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. ഞാനൊരു സമൂഹത്തിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ സ്റ്റാർട്ടിങ് സംഭവത്തിൽ ഞാൻ നിൽക്കണം. ഇവിടുത്തെ ഈ ഏജൻസികളെ ഇവരൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടിലേക്കാണ് പോണേ. ഇനിയിപ്പോൾ ഈ നേതാക്കന്മാരോട് പറയും ഇത് ഞങ്ങളുടെ കുഴപ്പമില്ല, സെൻട്രലാണ്, സെൻട്രൽ. പ്രിയപ്പെട്ട സാധാരണ ജനവിഭാഗങ്ങളെ, നിങ്ങളിതേ പൊറുതിയിലേക്ക് പോകുന്നു, വരുതിയിലേക്ക് പോകുന്നു, വറചട്ടിയിലേക്ക് പോകുന്നു. വറചട്ടി എന്ന് പറഞ്ഞാൽ ചട്ടി വയ്ക്കാൻ വേണ്ടി ഒരു ഗ്യാസൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ എവിടെയെങ്കിലും വല്ല മടലോ വല്ല ഉണങ്ങിക്കണ സംഭവം. എൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിൽ കുറച്ച് തേക്കുകൾ നിൽക്കുന്നുണ്ട്, അത് ഉടനെ എങ്ങനെയെങ്കിലും ഇറപ്പിക്കണം, അതിൻ്റെ കുറച്ച് സാധനം കിട്ടും. ഇവരുടെ പരിപാടി ഇതാ, ഞാൻ പൈസ അടച്ചാളെന്ന്, ഞാൻ പൈസ അടച്ച് എനിക്ക് കിട്ടി, എങ്ങനെയോ കിട്ടി. എൻ്റെ അരൂപിയാൽ എന്ന് പറഞ്ഞ പ്രാർത്ഥന കൊണ്ട് എങ്ങനെയോ സാധനം എനിക്ക് ആപ്ലിക്കേഷൻ വഴിയായിട്ട് ബുക്ക് ചെയ്ത് എനിക്ക് സാധനം കിട്ടി. പക്ഷെ എന്നിട്ട് ഇവർ പറയണ സംഭവമാണെന്ന്, ലഭ്യത അനുസരിച്ച് തരും, ഇവിടെ ഗ്യാസ് ഉണ്ട് ഞങ്ങൾ തരും. എന്താണ് ഇവർ പറഞ്ഞിട്ടിങ്ങനെ? നിങ്ങൾ ഒന്നാമത്തെ ഗ്യാസ് ഏജൻസി എന്ന് പറഞ്ഞ സംഭവം ഒടുക്കത്തടങ്ങ് അവിടെ പോയി ചേർന്നതാണ് ഏറ്റവും വേറെ എത്രയോ സംഭവങ്ങളുണ്ടെന്നറിയോ. ഇന്ത്യൻ്റെ തന്നെ എത്രയോ ഏജൻസികൾ വേറെ ഉണ്ടെന്നറിയോ. അവിടെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സാധനം എവിടെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാന്ന് പറഞ്ഞു. ഇവർ നിയമത്തിൻ്റെ കെടുതി മറ്റേ ഇതൊക്കെ പറഞ്ഞു. ഒന്നാമത് ഇവരെ പ്രശ്നം എന്താണെന്നുള്ള അഡ്രസ്സ് ചെയ്യണില്ല. പ്രശ്നം എന്താണെന്ന് എന്നിട്ട് അവരുടെ പ്രശ്നം
ഇവരെ കമ്പനി ഇവരെ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സാധനം പരമാവധി കുറേശ്ശെ കൊടുത്ത് പരമാവധി കുറേശ്ശെ കൊടുക്കാം, നല്ല കാശ് കയറ്റാൻ പറ്റുള്ളൂ. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി. ഈ ഉപഭോക്താക്കളെ ഇവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കാനായിട്ടൊരു ബാധ്യതയില്ലേ? ഇപ്പം ഇങ്ങനെ ഒരു ഇന്ത്യ വൺ എന്ന് പറഞ്ഞാൽ ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കറിയാം ഇവരെന്ത് ഇൻഫർമേഷൻ കൊടുത്തുള്ളൂ? ഈ ആശാ ഗ്യാസ് ഏജൻസി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കുറേ സ്റ്റാഫുകളില്ലേ, ഒരു ബോധം വിവരമില്ലാത്ത സാധനങ്ങൾ. എന്താണ് അവർ പറഞ്ഞു? ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ ഇത്രയും നാളും ഈ പൈസ കൊടുത്ത് ഈ വരണവർക്കുള്ള കാശും ഗ്യാസിൻ്റെ കാശും ഇതൊക്കെ കൊടുത്ത് നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഇവരെ ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഒന്നാമത് ഇവർ പ്രശ്നം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ അതിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് ഈ ഉപഭോക്താക്കളെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കേണ്ട ചുമതലയില്ലേ? ഇന്നെ സംഭവങ്ങളുണ്ട്, ഗ്യാസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കുറവുണ്ട്, ഇവിടെ എങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുള്ളത്. ഇവരിതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവരവിടെ കുത്തിരുന്നിട്ട് മറ്റേ ഈ പണ്ടത്തെ ടൈപ്പ് എന്ത് ഒന്നാമത്തെ ഒരെണ്ണത്തിന് ഒരു ബോധം എന്ന് പറഞ്ഞ സംഭവം സംസാരിക്കാൻ പോലെ അറിയോ? ഈ സാധാരണക്കാരായ ആൾക്കാർ മുകളിൽ കണ്ണും നട്ട് വന്നുത്തിരുന്ന് അവറ്റങ്ങളിൽ നിന്ന് വാങ്ങി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കഷ്ടം തോന്നി ആൾക്കും. ആൾക്ക് മൊബൈൽ ഫോൺ തന്നെ വിളിക്കാൻ അറിയില്ല. ഇവരൊക്കെ എന്നിട്ടാണ് ചെയ്യുക? ഭരണാധികാരികൾ നിങ്ങളുടെ മുന്നിലേക്കുള്ള ചോദ്യം ഉണ്ടായിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഭരണാധികാരികൾ, അതെ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ വന്നു തുടങ്ങി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യും. ഇത്രേ പറയാനുള്ളൂ. ആശാ ഗ്യാസ് ഏജൻസിയിലെ ഇന്നത്തെ കാഴ്ച ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA ഇതെങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. ആലീസ് ഷിബു ഇതെങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. മറ്റേ 7 പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരെ ഇതെങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. കൂപ്പുകൈ. മാഡം നമസ്കാരം. ഈ ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ ഗ്യാസേ, അത് എപ്പോഴാ വരാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. എന്നാ ബുക്ക് ചെയ്തത്? ഇന്ന്. ബുക്കിംഗ് മെസ്സേജ് വന്നോ? പൈസ അടച്ചിട്ടുണ്ട്. ബുക്കിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടോ? ഡിയർ ജെയിംസ് ആൻഡ് ദിസ് ഇൻഫർമേഷൻ റെസിപ്റ്റ് ഫോർ യുവർ ഓൺലൈൻ പേയ്മെന്റ് RS 920. എങ്ങനെ നിങ്ങൾ പേയ്മെന്റ് ചെയ്തത്? ഞാൻ ബുക്ക് ചെയ്ത് മറ്റേ ആപ്പ് വഴി. ഇന്ത്യൻ ഓയിൽ വണ്ണിന്റെ ആപ്പ് വഴി അല്ലേ? ഓർഡർ നമ്പർ ഉണ്ട്. ഓക്കെ. എപ്പോഴാ കിട്ടാന്ന്? അത് നമ്മുടെ ഓർഡർ അനുസരിച്ച് ബില്ലായിട്ട് വരും. ഓർഡേഴ്സ് ബില്ല് എന്നാ കിട്ടാന്ന് അറിയാൻ അവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ല ഞാൻ നോക്കട്ടെ കേട്ടോ, എങ്ങനെ നിക്കണ പൊസിഷൻ നോക്കട്ടെ. പൊസിഷന്റെ നമ്പർ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നോക്ക്. സിസ്റ്റം കിട്ടുന്നില്ല സാർ, ഞാൻ സിസ്റ്റത്തിന് മുന്നിൽ പറയണത് നിങ്ങളുടെ സിസ്റ്റം കിട്ടണത് ശരിയാണ്. നിങ്ങൾ ഇങ്ങനെ അലംഭാവം കാണിക്കുന്ന ഒരു സംവിധാനം വരില്ലട്ടോ. ഞാനിത് ബുക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പറഞ്ഞ പൈസ അടച്ചു കഴിഞ്ഞു. പിന്നെ എന്നിട്ട് കുഴപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഇവിടെ കൊണ്ടുവരണ്ടല്ലേ? ഏത് ഈ ഗ്യാസ് സാധാരണ കിട്ടുന്ന വരി ഞങ്ങൾക്ക്? അതെ. എന്താ വരാത്തെന്ന് ചോദിക്കണേന്ന്? അത് വരാൻ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു 3000 ബുക്കിംഗ് ഉണ്ട് ഇപ്പൊ തന്നെ ഓൾറെഡി. ചേട്ടനെ പിന്നല്ലേ ബുക്ക് ചെയ്തിരിക്കണേ? അല്ലാതെ എന്നാ കിട്ടാന്നുള്ളത് പറയാൻ പറ്റില്ലോ? അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചേട്ടാ. എന്താ പറയാൻ പറ്റാത്തെ? നമുക്കത് എന്നാന്ന് കറക്റ്റ് ഡേറ്റ് ഇന്നത്തെ അവസ്ഥയിൽ പറയാൻ പറ്റില്ല. എന്താ നിങ്ങളുടെ അവസ്ഥ അതൊന്ന് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചോളം എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ അവിടെ വരുമ്പോൾ പറയും അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞങ്ങൾ ആപ്പ് വഴിയായിട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇത് എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ കൃത്യമായ രീതിയിൽ പൂത്തിവെപ്പ് പരിപാടിയാണ് നിങ്ങൾ ചെയ്യണം. ഞാൻ എന്റെ ഓർഡർ നമ്പർ അടക്കം പറയുന്നുണ്ട്. പൈസ അടച്ചു കഴിഞ്ഞ കേസ് ഞാനിവിടെ ആപ്പ് എടുത്തോണ്ടിരിക്കണോ, സിസ്റ്റം കിട്ടുമ്പോ ഞാൻ ചേട്ടനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ സിസ്റ്റം കിട്ടണത് ബുക്കിംഗ് നമ്പർ ഉണ്ടോന്ന് എനിക്ക് ചെക്ക് ചെയ്യണ്ടേ? നിങ്ങൾ ചെക്ക് ചെയ്യും. ഞാൻ ഫോൺ വെക്കണ്ട, ഞാനും വെച്ചിട്ടില്ലല്ലോ. വേണ്ട. ചേട്ടന്റെ കൺസ്യൂമർ നമ്പർ പറഞ്ഞേ. 25 693. ഇന്ന് ബുക്കിംഗ് ആയിട്ടുണ്ട് 11-ാം തീയതി. എന്നാ കിട്ടാ? 227 ബുക്കിംഗ് ഓൾറെഡി അവന്റെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം 50 സിലിണ്ടർ 40 സിലിണ്ടറാണ് സപ്ലൈ ചെയ്യുക അവര്. ഒരു 5 അല്ലെങ്കിൽ 6 ദിവസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗ്യാസ് കറക്റ്റ് ഡേറ്റിന് തരുന്നത്. ഗ്യാസ് കഴിയാറായിട്ടാണ് നിൽക്കണത്. ഏകദേശം 10-20 ദിവസം കഴിഞ്ഞു. നിങ്ങൾ അങ്ങനെ ഇടപെടൽ നടത്തും. നമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും നീട്ടുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുക്കിംഗ് നമ്പർ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ബുക്കിംഗ് നമ്പറാണ്. ഇന്ത്യൻ ഓയിലിന്റെ ഏത് കസ്റ്റമർക്കും ആ ഒരു നമ്പറിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റാം. അപ്പൊ ഈ ഒരു ന്യൂസും കാര്യങ്ങളും വരുമ്പോൾ ഓൾ ഇന്ത്യയിലത്തെ ജനങ്ങൾ മുഴുവൻ ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഹാങ് ആവണേന്നാണ് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഉത്തരം. ഇൻഫർമേഷൻ ഈ മാഡം ഇത് ആരംഭിച്ചിട്ടുള്ളത്, ഈ വിഷയം ആരംഭിച്ചിട്ടുള്ളത് വെറും 3 ദിവസമായിട്ടുള്ളൂ. അതിക്ക് മുൻപ് കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന സംഭവമാണ്. അതെ. ഈ സംവിധാനത്തിന് അങ്ങനെ ഒരു പ്രശ്നം വരണമെങ്കിൽ ഇതിന്റെ സംവിധാനം മുകളിലിരിക്കുന്ന നിങ്ങളുടെ സെന്റർ അറിയാണ്ട് ഈ സംഭവങ്ങൾ ഒരു പ്രശ്നം വരില്ലെന്ന്. അത് മുകളിലിരിക്കുന്ന ഒരു നമ്മളോട് അല്ലല്ല അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ പറയല്ലേ? മുകളിലിരിക്കുന്നവർക്ക് നല്ല ഉത്തരവാദിത്വം. മുകളിലിരിക്കുന്നവര് നിങ്ങളുടെ അതിന്റെ ഒരു സ്ഥാപനമാണ്, ബ്രാഞ്ചാണ് ഈ നിങ്ങളുടെ ഇവിടെ ഇട്ടിരിക്കുന്ന സംഭവം. ഞാൻ പറഞ്ഞത് എനിക്ക് ബുക്ക് നമ്പർ കിട്ടാണ്ട് വേറെ ഒന്നല്ലെന്ന്. എനിക്ക് സാധനം കിട്ടി, എല്ലാ സംഗതിയും കഴിഞ്ഞിരിക്കുന്നതാ. എനിക്ക് വീട്ടിലേക്ക് ഗ്യാസ് ഇല്ല. അത് നിങ്ങൾക്കൊന്ന് തരാൻ തരപ്പെട്ട് ഞാൻ ഇപ്പൊ വേറെ ഏജൻസികളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഞാൻ ഇവിടെ നമുക്കിപ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഇഷ്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇതിൽ നിന്ന് മാത്രം ബുക്കിംഗ് ആക്കി. അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് ബുക്കിംഗ് ആക്കി തരാറുണ്ടല്ലോ, അത് അവർ ക്യാൻസൽ ആക്കി. അതേപോലെ തന്നെ നിങ്ങൾക്ക് സിലിണ്ടർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ ഡെലിവറി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ DSC നമ്പർ വരണം. DSC നമ്പർ കിട്ടാണ്ട് നമുക്ക് ഇവിടെ ഡെലിവറി ചെയ്യാൻ പറ്റില്ല.
അതായത് ഇപ്പൊ ചേട്ടൻ എടുത്തു, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ചേട്ടന് ഗ്യാസ് ഞാൻ തന്നു, ഞാൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അത് കമ്പൽസറി ആയിട്ട് ബാൻ ചെയ്തിരിക്കുകയാണ്. DSC നമ്പർ ഇല്ലാണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കിൽ വ്യത്യാസം വരും. അതായത് എംറ്റി ആയിട്ട് ഇരിക്കുന്ന ഒരു സിലിണ്ടർ നമുക്ക് ഇതിൽ പോസ്റ്റ് ചെയ്താൽ മാത്രമേ അത് എംറ്റി ആവുള്ളൂ, അല്ലെങ്കിൽ അത് ഫുൾ ആയിട്ട് തന്നെ കാണിക്കുള്ളൂ. ഈ 227 ഇത് കഴിഞ്ഞ 5 അത് നിങ്ങളുടെ ഏരിയയിലത്തെ മാത്രമാണ്. അതായത് ഷിനു സപ്ലൈർ ചെയ്യുന്ന ഏരിയയിലത്തെ മാത്രം ബുക്കിങ്ങിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇവിടെ 10 സപ്ലൈയേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ടോട്ടൽ ബുക്കിംഗ് വരുന്നുണ്ട് 3500 600 ബുക്കിംഗ് ഉണ്ട്. ഒരു ദിവസം നമുക്കിവിടെ ബുക്കിംഗ് കയറുന്നത് 1000. സാധാരണ നമുക്ക് 500ഉം 600ഉം ബുക്കിംഗ് സാധാരണ ദിവസങ്ങളിൽ കയറാറുള്ളൂ. ഇപ്പൊ ഈ പ്രശ്നം പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രശ്നം നമുക്ക് പ്രശ്നമല്ല. ഇപ്പൊ പേപ്പർ ന്യൂസും കാര്യങ്ങളും കാണുമ്പോൾ ജനങ്ങൾ ബുക്ക് ചെയ്തോണ്ടിരിക്കാണ്. പ്രശ്നം നമുക്കിപ്പോ ഇവിടെ സിസ്റ്റം കിട്ടണില്ല. അപ്പൊ നമ്മളോട് ചോദിച്ചപ്പോ നമ്മളോട് പറഞ്ഞത് എല്ലാവരും കൂടിയിട്ട് ബുക്കിംഗ് ചെയ്യാൻ നോക്കുമ്പോ സിസ്റ്റം ഹാങ് ആവുകൊണ്ടാണ് എന്നാണ് പറയണത്. എല്ലാവരും ചെയ്യണത് എങ്ങനെയാ? ഓൾ ഇന്ത്യ ചേട്ടാ, ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഒരു ബുക്കിംഗ് നമ്പർ ഉള്ളൂ ഓൾ ഇന്ത്യയിലത്തെ ഇന്ത്യൻ ഓയിൽ കസ്റ്റമേഴ്സിനൊക്കെ കൂടിയിട്ട്. അല്ലാണ്ട് ആശാ ഏജൻസിക്ക് മാത്രമായിട്ട് ഒരു ബുക്കിംഗ് നമ്പർ ഇല്ല. അല്ല, ആശാ ഏജൻസിക്ക് മാത്രമായിട്ട് ബുക്കിംഗ് നമ്പർ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങളുടെ വിഷയം പ്രശ്നം എന്നിട്ട് നിങ്ങളുടെ ഏജൻസി അനുഭവിക്കുന്നത് പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം എല്ലാവരും കൂടി ബുക്ക് ചെയ്യാൻ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അല്ല നിങ്ങളുടെ. അതെന്താ നിങ്ങൾ മറച്ചു വെക്കണേ? ഒരു മിനിറ്റ്, ഞാൻ ബുക്ക് ചെയ്തു, ഞാൻ ഇന്ന് ബുക്ക് ചെയ്തു, ഞാൻ എനിക്ക് നാളെ ബുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എങ്ങനെ ഇത് ജാം ആവണേ? ചേട്ടൻ നമ്മുടെ ഇന്ത്യൻ ഓയിലിന്റെ കസ്റ്റമേഴ്സ് ഒരു ഇന്ത്യയിൽ എത്ര പേരുണ്ടെന്ന് അറിയോ? ചേച്ചി ഈ ഇന്ത്യയിലുള്ള കാര്യം തന്നെ പറഞ്ഞു. ഇന്ത്യയിലുള്ള സംഭവം തന്നെയാണ് ഈ 3-4 ദിവസം മുന്നേ വരെ നടന്നിരുന്നത്. നിങ്ങൾ ഈ ആളെ പൊട്ടനാക്കണ പരിപാടി പറയല്ലേ? ഒരാൾക്ക് ഒരു ദിവസം ഒരെണ്ണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ 25 ദിവസം ആയിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അണ്ട് ജാമിങ് പറഞ്ഞോണ്ടിരിക്കുക. ആളുകൾ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, മുകളിൽ ഇരിക്കുന്നവരാണ് പറയണത്, താഴെ ഇരിക്കുന്നവർക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളത്. നിങ്ങൾ ഈ ബുക്ക് ചെയ്ത ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം. ബുക്ക് ചെയ്ത ആളുകൾക്ക് അത് കൊടുക്കാണ്ട് നിങ്ങൾ മുകളിലുള്ള ആളുകൾക്കാണ് സംഭവം, താഴെയുള്ള ആളുകൾക്കാന്നുള്ള സംഭവമില്ലേ? ആ പറയുന്നത് രീതിയില്ലേ നിങ്ങൾ പറയുന്നത്? നമ്മൾ ഓർഡർ തെറ്റിച്ചിട്ട് ഒരാൾക്കും ഗ്യാസ് നിങ്ങൾ ഓർഡർ തെറ്റിച്ച് കൊടുക്കണ്ടെന്ന്. നിങ്ങൾ ഓർഡർ തെറ്റിച്ച് നിങ്ങൾ അതിൽ പറഞ്ഞാണ് ഒക്കെ പ്രശ്നമുണ്ട്. നിങ്ങൾ അതിന്റെ ഇടയിൽ എന്നിട്ട് പറഞ്ഞ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടുന്നതിനനുസരിച്ച് ലഭ്യത അനുസരിച്ച് എന്താ നിങ്ങൾ പറയണേ? അതെ, നമുക്ക് ഗ്യാസ് കിട്ടാണ്ട് നമുക്ക് സാധാരണ ഞാൻ കാര്യട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നു, ഒരു ദിവസം ഇത്ര പ്രശ്നമുണ്ട്, നിങ്ങൾ ഇപ്പോഴും പ്രശ്നം എന്നിട്ടാ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്നിട്ടാന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും അഡ്രസ് ചെയ്തിട്ടില്ല. മനസ്സിലായിട്ടോ? നിങ്ങൾ പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് ജാം ചെയ്യുന്നത് അങ്ങനെ ഒരു സിസ്റ്റം കെട്ടാത്തതിന്റെ കേസിന് അതാണ് പറയുന്നത്. നിങ്ങളുടെ സംവിധാനത്തിന്റെ പ്രശ്നം, അല്ലാണ്ട് വേറെ ഒന്നല്ല. നിങ്ങളുടെ സംവിധാനത്തിന്റെ പ്രശ്നം. ഞാൻ ഇപ്പൊ എത്ര നേരം സംസാരിച്ചതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പേപ്പർ ന്യൂസാണ് പ്രശ്നം പറഞ്ഞത്. പേപ്പർ ന്യൂസ് അല്ല പ്രശ്നം. നിങ്ങൾ തന്നെ വിചാരിച്ചു, നിങ്ങൾ തന്നെ ചെയ്യണ പരിപാടിയാണ്. ഇത് എങ്ങനെയോ ഭാവത്തിൽ നമുക്ക് ഈ സാധനം കിട്ടി. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഈ ആപ്ലിക്കേഷൻ വഴിയായിട്ടായാലും ആളുകൾക്ക് ഇത് കിട്ടാൻ പോലുള്ള എന്നുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്തോ, ചേട്ടനൊരു കാര്യം ചെയ്തോ, നമുക്ക് പബ്ലിസിറ്റി കൊടുക്കാം. ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് നിങ്ങൾ പറയേണ്ടി അതിൽ കിട്ടാത്ത ആൾക്കാരെ അവിടെ നിന്ന് മടങ്ങി പോണേ. ഇപ്പൊ നേരത്തെ വന്നിരുന്നു കഴിഞ്ഞപ്പോ അവിടെ കുറെ ആൾക്കാർ അവിടെ നിന്ന് മടങ്ങി പോകുന്നതുകൊണ്ടല്ലേ? അതെ, ഇവിടെ ഒരു ചേട്ടന് ഇന്ത്യൻ ഓയിൽ ആപ്പിൽ ചെയ്തപ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ അത് പുറത്ത് പോയി നിങ്ങൾ കൊടുക്കേണ്ടതാ. നിങ്ങളാണ് അതിന്റെ ഇത് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്ത് ഇൻഫർമേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, നിങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചേട്ടന്റെ സമയം കളഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയണം. നിങ്ങൾ ഒരു ഇൻഫർമേഷനും ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പുറം ലോകത്തിന് നിങ്ങൾ അറിയിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ലത്. പിന്നെ എന്നിട്ട് നിങ്ങൾ വർത്താനം പറഞ്ഞ ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്ത് പൈസ അടച്ചത് തന്നെയാണ് നിങ്ങൾ വർത്താനം പറഞ്ഞത്. ഗ്യാസ് അടച്ചു കഴിഞ്ഞാൽ തിരിട്ടുണ്ട് അവിടെ നിങ്ങളിട്ട് ഇങ്ങനെ ഞങ്ങൾ 20 ലക്ഷം കൊണ്ട് IOC അടച്ചിട്ടാണ് ഞങ്ങൾ ഓരോ ഇന്ത്യൻ ലോഡ് എടുക്കണം. നിങ്ങൾ